അപ്പോൾ ഞങ്ങൾ വാരാണസിയിലെത്തി. വാരാണസിയിലെത്തിയിട്ട് ആദ്യം അസിഘട്ടിലാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഗംഗാരതി ഇവിടെ ഞങ്ങൾ അസിഘട്ടിൽ ഗംഗാരതി നടക്കുന്നതിന് തൊട്ടടുത്ത് നിന്നിട്ടാണ് ആരതി കാണുന്നത്. അപ്പോൾ അടുത്ത് നിന്ന് കാണുന്നതിൻ്റെ ആ ഒരു ഫീൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഗംഗയിലോട്ട് തിരിഞ്ഞിട്ടാണ് ഇവർ ഗംഗാരതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് സ്റ്റെപ്പിൽ നിന്നിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഭജനകളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നവർക്കാണെങ്കിൽ അതുപോലെ ഈറ്റ് ചൊല്ലാം. അങ്ങനെ ഒരുപാട് പേരത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയുന്ന ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കത് ചൊല്ലുകയും ചെയ്യാം. ഭയങ്കര എൻ്റെ ഒരു ഡ്രീമായിരുന്നു വാരാണസി പോവുക, ഗംഗാരതി അടുത്ത് കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആരായാലും വാരാണസി പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഗംഗാരതി തന്നെ ആയിരിക്കും. മഹാദേവനെ തൊഴുക എന്നുള്ളതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഗംഗാരതി കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഗംഗാരതി കാണുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡ്രീം കൺമുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ ഫീൽ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയും ഒരു മനസ്സ് അത്രയും സന്തോഷിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അവിടെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ആ സമയത്ത് ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ അസിഘട്ടിലൊക്കെ ഭയങ്കര ബഹളമായിരിക്കും, സംസാരമായിരിക്കും, വേറൊരു എന്താ പറയുക കച്ചവടം കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി കംപ്ലീറ്റ് ഒരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ആ ഒരു തീരം മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഗംഗാദേവിയോട് ചെയ്യുന്ന ആ ഒരു ആരതി, അല്ലെങ്കിൽ അവിടെ ഗംഗയെ നമ്മൾ പ്രണമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു ഭക്തിയോടുകൂടി ഇരുന്ന് അത് കണ്ട് അതിൽ ഇൻവോൾവഡായി സന്തോഷിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. എല്ലാവർക്കും ആ ഒരു ഭജനകളും പ്രാർത്ഥനകളും മാത്രമാണ് ആ സമയത്തുള്ളൂ. എല്ലാവരുടെ മനസ്സിലൂടെ അത് മാത്രം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ ഒരു അന്തരീക്ഷത്തിൽ ഇൻവോൾവഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്ര മാത്രം നമ്മൾ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഗംഗാരതിക്ക് ശേഷം ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്കതിൽ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ അതിന് ശേഷം അവിടെ ഗംഗാരതിയിൽ ചെയ്യുന്നത് ദീപം കൊണ്ടുള്ള ഒരു കാര്യം, അതുപോലെ അത് കഴിഞ്ഞിട്ട് പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചന, എല്ലാ രീതിയിലുള്ള അർച്ചനയിലാണ്. അതുപോലെ ശംഖ് വിളിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡാണ്. അവരത് എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് അത്രയും പെർഫെക്റ്റായിട്ടാണ് ഓരോരുത്തരും. ആ ഒരു ചെയ്യുന്ന ആളുകൾ കംപ്ലീറ്റായിട്ടും ഒരേ താളത്തിൽ ഒരേ വൈബിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അത് ഗംഗാരതി അവസാനിച്ചതിന് ശേഷം ഞാനൊരു ദീപം നമ്മൾ ഗംഗയിൽ ഒഴുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഗംഗാരതിയുടെ ഭാഗമായിട്ട് ഗംഗയിലൊരു ദീപം ഒഴുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഗംഗയിൽ ദീപം ഒഴുക്കിയതിന് ശേഷം അന്നത്തെ ദിവസത്തെ അസിഘട്ടിലെ അന്നത്തെ ആ ഒരു ഗംഗാരതിയും കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് തിരിച്ച് വരികയാണ് ചെയ്തത്.